സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല പേസ്ലി ഡിസൈൻസിൽ സോഫ്റ്റ് കളർ പാലറ്റിലുമാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ബോഡി ഫുൾ ആ ഒരു പേസ്ലി ഡിസൈൻസിന്റെ മോട്ടീവ്സ് വരുന്നത്. അതേ ഒരു മാംഗോ മോട്ടീവ്സിൽ നല്ലൊരു സോഫ്റ്റ് കളറിൽ മൾട്ടി കളറിലുള്ള ആ ഒരു കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. സിമ്പിൾ ബോർഡർ ആണ് സാരി. ഞാൻ ഉടുത്ത് കാണിക്കുമ്പോൾ തന്നെ അറിയാലോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ ഇടുന്നത്. നമുക്ക് നല്ല ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഈ ഒരു തിക്നെസ് വരുന്നുള്ളൂ സാരിയുടെ ആ ഒരു ഫാബ്രിക്കിന്. ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കിൽ നോൺ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സാരി വന്നിരിക്കുന്നത്. നമുക്കൊരു വർക്ക് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്ന സാരിയാണ്. കാരണം നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്, നമുക്ക് ഉടുക്കാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. സിമ്പിൾ ആ ഒരു റിപ്പ് പാറ്റേണിലുള്ള ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഇതായിരിക്കും ഒരു ബോർഡറിന്റെ ഡീറ്റെയിലിംഗ് ഞാൻ കാണിക്കാം. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഒരു സിൽവർ ജെറിയിലുള്ള പാറ്റേണിലുള്ള ബോർഡർ വന്നിട്ട് വിത്ത് സിമ്പിൾ ആ ഒരു പേസ്ലി ഡിസൈൻസിലുള്ള ബോഡി. മുന്താണി ഈ ഒരു പാറ്റേണിലാണ്. ആ സിൽവർ ജെറി ലൈൻസിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസും ഇതേ പാറ്റേൺ തന്നെ. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ടല്ലോ, ഈ ഒരു പേസ്ലി ഡിസൈൻസിന്റെ പാറ്റേണിൽ ഡിസ്ചാർജ് പ്രിന്റിൽ ഈ ഒരു ത്രെഡ് വീവിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. സെയിം അതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്ന കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ നല്ലൊരു പൗഡർ ബ്ലൂ ആണ് സാരി വന്നിരിക്കുന്നത്. പൗഡർ ബ്ലൂവിലും അതേ ആ ഒരു പേസ്ലി ഡിസൈൻസിൽ തന്നെയായിരിക്കും മോട്ടീവ്സ് വരുന്നത്. സാരിയിൽ സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ആ ഒരു പൗഡർ ബ്ലൂ ടോണിൽ തന്നെ സിൽവർ വിത്ത് പൗഡർ ബ്ലൂവിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. പല്ലു സെയിം പാറ്റേൺ. ബ്ലൗസ് വരുന്നത് ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. ആ ഒരു പേസ്ലി ഡിസൈൻസിൽ ഡിസ്ചാർജ് പ്രിന്റ് വന്നിട്ട് സിൽവറിലുള്ള ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇതും സോഫ്റ്റ് സിൽക്ക് തന്നെ സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല പാറ്റേണിലെ ഒരു അജറിക് ഡിസൈനിന്റെ സിമിലർ ആയിട്ടുള്ള ഡിസൈനിലാണ് സാരി വരുന്നത്. അതിനൊരു ഗ്രേഷ് ബ്ലാക്കിലാണ്, സിൽവർ ജെറിയിൽ ആ ഒരു ഗ്രേഷ് ബ്ലാക്കിലായിരിക്കും സാരിക്ക് രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. ഇതാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. നല്ലൊരു മൾട്ടി കളറിലുള്ള ഡിസൈനിലാണ് ബോഡി ഫുൾ വന്നിട്ട് ആ ഒരു ഗ്രേഷ് ബ്ലാക്കിൽ തന്നെ സിൽവർ ജെറിയിൽ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി. സെയിം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. എല്ലാ ഡിസൈൻസും ഒന്നിനൊന്ന് നല്ല ഡിസൈൻസാണ് വരുന്നത് കേട്ടോ. ഇത് വരുന്ന നല്ലൊരു ജോമെട്രിക്കൽ അബ്സ്ട്രാക്ട് ഡിസൈനിലാണ് സാരി വന്നിരിക്കുന്നത്. കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ്, ഒരു എമറാൾഡ് ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിട്ട്. അതിൽ ഫുൾ ബോഡി ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. ആ സിൽവർ ജെറിയിലുള്ള ഒരു ഗ്രീനിഷ് സിൽവറിലാണ് ആ ഒരു ബോർഡർ വരുന്നത് സാരിക്ക്. അതേ ടോണിൽ തന്നെ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ. പല്ലുവിന്റെ അതേ പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസും വരുന്നത് സാരിക്ക്. സെയിം ഡിസൈൻ തന്നെ. ആ കളർ പാറ്റേണിൽ മാത്രം ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെ, അതേ ജോമെട്രിക്കൽ അബ്സ്ട്രാക്ട് ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത്. ഇതിൽ വരുമ്പോൾ നല്ലൊരു റാണി പിങ്കും ഒരു ഓഷ്യൻ ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഫുൾ ബോഡി വരുന്നത്. ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയുള്ള മുന്താണി, സെയിം സ്റ്റൈൽ ബ്ലൗസ്, അതേ ആ ഒരു ഡിസ്ചാർജ് പ്രിന്റ് വന്നിട്ട് അതിൽ ആ ഒരു സിൽവർ ജെറി ലൈൻസ് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. സെയിം ഡിസൈൻ, കളർ പാലറ്റ് വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബോഡിയിൽ വരുന്നത്. ഇതിൽ വരുമ്പോൾ റെഡ് ആണ്, ഒരു റെഡും ഗ്രീനും എല്ലാം കൂടിയുള്ള മൾട്ടി കളറിലാണ് ബോഡി വരുന്നത് കംപ്ലീറ്റ്. ആ ഒരു സെയിം സ്റ്റൈൽ സിൽവർ ജെറിയിലുള്ള ബോർഡർ, പല്ലു, ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. ഇത് നല്ലൊരു പേർപ്പിൾ ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ ഡിസൈൻ തന്നെ, ആ ജോമെട്രിക്കൽ അബ്സ്ട്രാക്ട് ഡിസൈൻസ് തന്നെ വന്നിട്ട് ആ ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. എന്താണ് സെയിം ടോണിൽ തന്നെ, അതേ ടോണിൽ തന്നെ ആയിരിക്കും സിൽവർ ജെറിയിലുള്ള ലൈൻസ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് ആ ഒരു ഡിസ്ചാർജ് പ്രിന്റിൽ സിൽവർ ജെറി ലൈൻസിലായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്.